നമസ്കാരം. ഞാൻ ഇപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കില്ലേ നമ്മുടെ തൃശ്ശൂരുള്ള അവിടെയാണേ. ഈ സുവോളജിക്കൽ പാർക്കിൽ കാറ് പാർക്കിങ്ങും ടൂ വീലറും പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ കാറ് പാർക്ക് ചെയ്യണതിന് 100 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അതുപോലെ നമുക്ക് എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് 70 രൂപയും കുട്ടികൾക്ക് 20 രൂപയും. അതിന് 5 വയസ്സ് തൊട്ട് 5 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 20 രൂപയും. പിന്നെ ബസ് ചാർജ് 30 രൂപയും വരും. അപ്പോൾ ബസ്സിൽ പോണവർക്ക് പോകാം. അപ്പോൾ ബസ്സിനെക്കാട്ടും നല്ലത് നമ്മൾ കുറച്ച് നടന്നു പോവുകയാണെങ്കിൽ എല്ലാ കാഴ്ചകളും നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഈ സുവോളജിക്കൽ പാർക്കിലെ ആദ്യം വരുമ്പോൾ തന്നെ കാണുന്നത് മുതലേനെ കാണിച്ചു തരട്ടെ. അപ്പം ചെല്ലുമ്പോൾ 1-2 മുതലേനെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ മയിൽ, അങ്ങനെ കുറേ ബേഡ്സിനെയൊക്കെ കാണാൻ സാധിക്കും. വെറൈറ്റി ആയിട്ടുള്ള ബേഡ്സിനെയൊക്കെ കാണാൻ സാധിക്കും. പരുന്ത്, അങ്ങനെ ഒരുപാട് ബേഡ്സിനാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. അതൊക്കെ നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ അത്. അത് കഴിഞ്ഞ് നമ്മൾ ബേഡ്സിനെയും മയിലിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് പുള്ളിമാനിനെ കാണാനാണ്. പുള്ളിമാനൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതിനെ കുറേ നമുക്ക് കാണാൻ സാധിക്കും. ആ പുള്ളിമാൻ എന്ന് പറയുമ്പോൾ ഗ്ലാസ് ഇടും. ഗ്ലാസിൻ്റെ അപ്പുറത്ത് തൊട്ടടുത്തൊക്കെ ഒന്ന് പുള്ളിമാൻ വന്ന് നിൽക്കും. അത് നല്ല ഭംഗിയുള്ള കാഴ്ച. പുത്തൂർ സൂല് വരുമ്പോഴേ നിർബന്ധമായിട്ട് തൊപ്പി കൊണ്ടുവന്നോളണം. നല്ല വെയിലാണ്, നല്ല ചൂടുവാണേ. പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ കൈ കരുതി നല്ലതായിരിക്കും. പിന്നെ കുറച്ച് നടക്കാനും ഉണ്ട്. ബസ്സിൽ പോയാൽ നമുക്ക് ഈ എല്ലാ കാഴ്ചയും കാണാൻ പറ്റില്ല. കുറച്ച് നടന്നാലാണ് ഈ മൃഗങ്ങളെ കാണാൻ പറ്റുള്ളൂ. ഈ സൂവിൽ ബസ് സർവീസ് ഉണ്ട്, പക്ഷേ അതിനേക്കാട്ടും നല്ലത് കുറച്ച് നടക്കണം. നടന്നു കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളെയും നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും. ബസ്സാണെങ്കിൽ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തും, പിന്നെ അവിടെ നിന്ന് കുറേ ദൂരം നടക്കേണ്ടി വരും. അതിനേക്കാട്ടും നല്ല ഇതാണ്. ഈ മാൻ തന്നെ പല വെറൈറ്റി ഉണ്ട്. പന്നിമാൻ, പുള്ളിമാൻ, അങ്ങനെ വെറൈറ്റി മാനിനെയൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് നല്ല കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് നടക്കാം അങ്ങനെ. അതുപോലെ തന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണൊക്കെ നല്ല ഭംഗിയാണ്. കുറേ ഒരു നല്ല ഭംഗിയായിട്ട് വിദേശ രാജ്യങ്ങളിലെ പോലെ തന്നെ കുറേ ഭംഗിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറേ കുരങ്ങന്മാരെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കടുവയിലെ കടുവ കുളിക്കണത് ഞാൻ കുറേ നേരം നിന്നതിന് ശേഷമാണ് ആ കടുവ കുളിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ സാധിച്ചത്. അത് അങ്ങനെ കടുവനെ അത്ര അവിടെ നിന്ന് കാണാൻ സാധിക്കില്ല. എപ്പോഴും അത് ദൂരെ നിന്ന് കാണാൻ പറ്റില്ല. എന്തായാലും എനിക്ക് ഭാഗ്യം കിട്ടിയതുകൊണ്ട് അതിനെ അടുത്ത് കാണാൻ സാധിക്കുകയും ചെയ്തു. ആ വീഡിയോട്ട് നിങ്ങളിലോട്ട് എത്തിക്കാൻ എനിക്ക് സാധിച്ചു. അത് നല്ലൊരു കാഴ്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ കാട്ടുപോത്തുണ്ട്. കാട്ടുപോത്തിനെ കാണാൻ സാധിച്ചു. അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ തിരിച്ച് ബസ്സിൽ കയറി. ബസ്സിലൊക്കെ നല്ല തിരക്കാണ്ട. അപ്പോൾ ബസ്സിൽ കയറി തിരിച്ച് പോന്നു. അല്ല, അവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ഫുഡൊക്കെ നല്ല ഫുഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ഈ കാഴ്ചകളെല്ലാം കാണണേ.